ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സാധാരണ കപ്പ മേടിക്കുമ്പോൾ നമ്മൾ അത് പുഴുങ്ങിയാണ് തിന്നാറ്. കൂടുതൽ ആളുകളും അങ്ങനെ തന്നെ ചെയ്യാറ്. ഇനി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ കപ്പ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കൂ. സംഗതി അടിപൊളിയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1 കിലോ കപ്പയാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായി കഴുകിയെടുക്കാം. കപ്പ മുഴുവനായിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം. വലിയ കഷ്ണങ്ങളാക്കി എടുക്കരുത്, ഏകദേശം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇതിന് ഒപ്പം നിൽക്കുന്നത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാനാവും. പൂള ഏകദേശം തിളക്കാനായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിളക്കട്ടെ. കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ കോരി മാറ്റാം. ഇതിൽ നിന്ന് മുഴുവനായിട്ട് കോരി മാറ്റുക. എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. ചിരകിയെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പതുക്കെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇത് മാറ്റിയെടുക്കാം. തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. 5-6 വറ്റൽമുളക് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുക. വറ്റൽമുളക് അതിനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇതിനെ കൂടുതൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ ചതച്ചെടുക്കുക. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പുഴുങ്ങി വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുഴുങ്ങി വെച്ച കപ്പ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ അല്പം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്പെഷ്യൽ കപ്പ പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു കപ്പ. വൈകുന്നേരത്തെ ചായൻ്റെ ഒപ്പം ഇനി ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.